റെഡിയാ? നമസ്കാരം പ്രിയപ്പെട്ടവരെ. നമസ്കാരം. നിങ്ങൾ ഈ കണക്കൊന്ന് കേൾക്കണം കേട്ടോ. ആയിക്കോട്ടെ. രണ്ടാം പിണറായി സർക്കാർ നമ്മെ ഭരിക്കാൻ തുടങ്ങിയിട്ട് വർഷം 3 കഴിഞ്ഞിരിക്കുകയാണ്. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഈ 3 വർഷത്തെ കാലയളവിൽ ഇന്നോവ ക്രിസ്റ്റയിൽ ഓടി നടന്ന് നമ്മെ ഭരിക്കുന്ന മന്ത്രിമാരും അവരുടെ ബന്ധുക്കളും ചേർന്ന് ചികിത്സാ ചിലവിനായി വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് എത്രയാണെന്ന് അറിയാമോ? അതൊന്നങ്ങോട്ട് പറഞ്ഞു കൊടുക്കി. 1,73,00,000 രൂപ. ഇതൊക്കെ കേട്ടിട്ട് എന്റെ വൈറ്റമിൻസ് ചോർന്ന് പോണു വിക്രമ. മാതൃക കാണിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ആദരണീയനായ നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ്. സഖാവിന് ഒരു കയ്യടി കൊടുക്കാം അല്ലേ? ഇത് അമേരിക്ക അല്ല, അമേരിക്ക മാവ് കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന പാവങ്ങളാ. എത്രയാണെന്ന് അറിയാമോ? 77.74 ലക്ഷം രൂപ. ആള് മാറി അടിച്ചുപോയി. ഇതിന്റെയൊക്കെ കാശാര് കൊടുക്കുക ഈശ്വര? അച്ഛൻ ഏതച്ഛൻ? ഇവന്റെ അമ്മയുടെ നായര്. ആരെങ്കിലോട്ടെ വരൂ. മുഖ്യമന്ത്രിക്ക് പുറമേ ഉണ്ട് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. മനസ്സിലായില്ല. ചികിത്സാ ചിലവിനായി വാങ്ങിയിരിക്കുന്നത് 32.42 ലക്ഷം രൂപ. എന്തരാണ് സാറേ ഇത്? ഇങ്ങനെയാണ് പുള്ളാളെ പഠിപ്പിക്കണത്? കൃഷ്ണൻകുട്ടി ഇത്രയും വാങ്ങി 2ാം സ്ഥാനം നേടിയതുകൊണ്ട് ഒരു ഗുണമുണ്ടായിട്ടുണ്ട്. 4 ആള് ഇപ്പോഴാണ് ഇങ്ങനെ ഒരു മന്ത്രി നമ്മളെ ഭരിച്ച് വിഷമിക്കുന്നുണ്ടെന്ന് നമ്മളൊക്കെ അറിയുന്നത്. ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയണം. 1,32 പോയാൽ എന്താ സുഹൃത്തുക്കളെ, നാട്ടുകാരുടെ ഇടയിൽ ഒരു പേരൊക്കെ ആയല്ലോ അല്ലെ? ഇനി ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശിവൻകുട്ടി 18.95 ലക്ഷം രൂപ. ഭയങ്കരന്മാരെ. ആന്റണി രാജു 6.41 ലക്ഷം രൂപ. ഇവന്മാർക്ക് എന്താണ് ഇത്ര വലിയ അസുഖം? ഇനി എന്നെ വിളിക്കാൻ ശ്രമിക്കണ്ട, സത്യം പറ. പറഞ്ഞു വരുമ്പോൾ മൂലക്കുരു മുതൽ മൂക്കൊലിപ്പ് വരെ ഉണ്ടാവും പ്രിയപ്പെട്ടവരെ. എനിക്കെല്ലാമായി തൃപ്തിയായി. കംപ്ലീറ്റ് ലെവലാക്കി.